ഓക്കെ റിനു എന്തായാലും ഇപ്പോൾ പുറത്ത് വലിയ വിലയൊക്കെ കൊടുക്കേണ്ടി വരുന്ന സ്ഥലങ്ങളിലാണല്ലോ നിൽക്കുന്നത്. അവിടെ നിന്ന് അല്പം ആശ്വാസം തേടി ഞാൻ നമ്മുടെ ആദിലിന്റെ അടുത്തേക്കൊന്ന് പോവുകയാണ്. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വിലവർദ്ധനയിൽ നട്ടം തിരിഞ്ഞ് നമുക്ക് ആദിൽ നിൽക്കുന്ന സപ്ലൈകോയിലേക്ക് ഒന്ന് പോയി നോക്കാം. സബ്സിഡി വെളിച്ചെണ്ണ അവിടെ ചെന്നാൽ കിട്ടുമെന്ന് കരുതേണ്ട എന്നുള്ള സന്ദേശം ആദിൽ നിന്ന് വന്നിട്ടുണ്ട്. 2 മാസമായി സപ്ലൈകോയിൽ വെളിച്ചെണ്ണ സ്റ്റോക്ക് എത്തുന്നില്ല. സപ്ലൈകോയും വിതരണക്കാരും തമ്മിൽ എണ്ണ വിലയെ ചൊല്ലിയുള്ള തർക്കമാണ് വെളിച്ചെണ്ണ ക്ഷാമത്തിന് കാരണം. വെളിച്ചെണ്ണ കിട്ടാൻ വലിയ ഉപകാരം, സബ്സിഡി എല്ലാം ഉള്ളതുകൊണ്ട് വിലക്കുറവിന് കിട്ടുന്നുണ്ട്. വലിയൊരു ഉപകാരമായിരുന്നു അത്. പുറത്ത് വലിയ വിലയാണ്, 200 എത്ര രൂപയാണ് പുറത്ത്. വെളിച്ചെണ്ണ ഇല്ല, അത് ബുദ്ധിമുട്ട് തന്നെ നമുക്ക്. പുറത്ത് 250 280 ഒരു സാധനവും ഇല്ല. വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒരുപാട് നാളായി. മറ്റേ എണ്ണയൊക്കെ ഉണ്ട്. എണ്ണ നല്ല വിലയാണ്, പക്ഷേ സാധനം മിക്കവാറും കാണാറില്ല. കുറേ പറയുന്ന എല്ലാം ഒന്നും കാണാറില്ല. എണ്ണ ഒന്നുമില്ല, മുളകും പഞ്ചസാരയും ഇതൊക്കെ തന്നെ ഉള്ളൂ. പുറത്തുനിന്ന് വില കൂടി വാങ്ങിക്കേണ്ടി വരണേ. ഇവിടെ ആയിരുന്നെങ്കിൽ കുറഞ്ഞു കിട്ടിയേനെ. ആദിൽ പാലോട്, ഗുഡ് ഈവനിങ്. റിനു ശ്രീധർ വലിയ വിലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദിൽ നിൽക്കുന്ന സപ്ലൈകോയിൽ അല്പം ആശ്വാസം കിട്ടുമെന്ന് കരുതി ഞാൻ. അവിടെയും ആശ്വാസം ഇല്ലെന്നാണോ? സപ്ലൈകോയിൽ എണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടാണ് ഈ നാട്ടുകാർ പറയുന്നത്. സാധാരണ ഞാനൊക്കെ വീട്ടിലേക്ക് സാധനം വാങ്ങുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ തവണ വാങ്ങിയത് 299 രൂപയാണ് 1 ലിറ്റർ എണ്ണ. ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ 3-4 ലിറ്റർ എണ്ണ വാങ്ങാൻ 1000 രൂപയിലധികം. ഈ കുടുംബ ബജറ്റ് താളം തെറ്റുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ സംഭവം. ഇപ്പോൾ നമ്മൾ സപ്ലൈകോയെയാണ് സാധാരണക്കാർ ആശ്രയിക്കാറുള്ളത്. സാധാരണ സബ്സിഡിയിൽ സാധനങ്ങൾ കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിക്കും. പക്ഷേ സപ്ലൈകോയിലും എണ്ണ തേടി ചെന്നാൽ എണ്ണ കിട്ടാനില്ല. 2 മാസമായി സപ്ലൈകോയിൽ എണ്ണ സപ്ലൈ ഇല്ല എന്നുള്ളതാണ് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ആ ബുദ്ധിമുട്ടാണ് അവിടെ എത്തിയ ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. 2 മാസമായി ഈ വിതരണക്കാരുമായി കരാറിലെത്താൻ സപ്ലൈകോ മാനേജ്മെന്റിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കൊപ്രയുടെ വില കണക്കാക്കിയാണ് സാധാരണ ഓരോ ലിറ്ററിനും എത്ര രൂപയാണ് എണ്ണ എന്ന് വിതരണക്കാരുമായി മാനേജ്മെന്റ് സംസാരിച്ച് സപ്ലൈകോയിൽ എണ്ണ എത്തിക്കുന്നത്. പക്ഷേ കൊപ്രയുടെയും തേങ്ങയുടെയും വില ഇങ്ങനെ കുതിച്ചുയരുകയാണ്. ആ സാഹചര്യത്തിൽ ഒരു വില നിർണ്ണയത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. വിതരണക്കാർ പറയുന്ന തുക സപ്ലൈകോയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. സപ്ലൈകോ താഴ്ത്തി പറയുന്നത് വിതരണക്കാരും അംഗീകരിക്കില്ല. ആ നിലയിൽ ഈ കൊപ്രയുടെയും തേങ്ങയുടെയും ഒക്കെ വില കുതിച്ചുയരുന്നത് കാരണമാണ് സപ്ലൈകോയിലും ഈ പ്രതിസന്ധി എന്നാണ് മാനേജ്മെന്റ് അറിയിക്കുന്നത്. അപ്പോഴും അടിയന്തരമായി ഇതിൽ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുക എന്ന നിലയിലേക്ക് ഭക്ഷ്യവകുപ്പിന് എത്താൻ കഴിയുന്നില്ല എന്നത് വളരെ വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം സപ്ലൈകോയുടെയും പൊതുവിതരണ വകുപ്പിന്റെയും ഒക്കെ ലക്ഷ്യം തന്നെ വിപണിയിൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ സാധനങ്ങൾക്ക് കൂടുതൽ വില വരികയാണെങ്കിൽ വിപണിയിൽ ഇടപെടുക, വിപണി വിലയെ നിയന്ത്രിക്കുക എന്നതാണ്. പക്ഷേ ആ ഇടപെടലിൽ പൂർണ്ണമായും സപ്ലൈകോ പരാജയപ്പെട്ടു ഈ കാര്യത്തിൽ പറയേണ്ടി വരും. അടിയന്തരമായി പ്രശ്നം പരിഹരിക്കുമെന്നപ്പോഴും സപ്ലൈകോ വിശദീകരിക്കുന്നുണ്ട്. സുജിയ, സ്റ്റോക്ക് എത്താതായിട്ട് 2 മാസമായി ഇക്കാര്യത്തിൽ അടക്കം ഇടപെടലുകൾ ഉണ്ടാകേണ്ടതാണ്. വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മൾ മലയാളിയുടെ ഒരു ഭക്ഷണ പാചക രീതി വെച്ച് നോക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിവാക്കിക്കൊണ്ടുള്ള എത്രത്തോളം സാധ്യമാണ്, അല്ലെങ്കിൽ മറ്റ് എണ്ണകൾ കൂടുതലായി ഉപയോഗിക്കുന്നതിലേക്ക് പൂർണ്ണമായും മാറേണ്ടി വരുമോ എന്ന ചോദ്യവുമുണ്ട്. കേന്ദ്രത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഇറക്കുമതി ചെയ്യാലോ അല്ലേ എന്നൊക്കെ പടവീരൻ ചോദിക്കുന്നു. സ്വർണം കുതിക്കുന്നത് കാണുന്നില്ലേ? അനിൽ കൊല്ലങ്കോട് ചോദിക്കുന്നു, വെളിച്ചെണ്ണ വില കൂടിയത് കാരണം സമരമൊന്നുമില്ലേ? പെട്രോൾ വില കൂട്ടിയാൽ മാത്രമേ സമരമുള്ളൂ എന്ന്. വെളിച്ചെണ്ണ വില ഇങ്ങനെ കൂടി പോവുകയാണെങ്കിൽ മിക്കവാറും സമരം ചെയ്യേണ്ടി വരും, അതും വീട്ടമ്മമാർ.